അമ്മു എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അടിച്ചാൽ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മുവിനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല, പക്ഷേ എന്നെ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയില്ല. സ്വന്തം അമ്മൂമ്മ എത്ര പ്രശ്നമാവട്ടെ, അങ്ങോട്ട് ഒരു സ്വന്തം അമ്മൂമ്മേനെ വിളിക്കുന്നതാണ് ബിച്ച് ബിച്ച്. അമ്മു എന്നെ എടി അവളെ ഇവളെന്നും പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെ ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ചത്താ മതിയായിരുന്നു ഡാഡി, അത്രയും ചാവയില്ലല്ലേ എന്നെപ്പോഴും പറയുമായിരുന്നു. ഹലോ, ഐ ആം മുകേഷ് യാദവ്. എന്താണെന്ന് അറിയത്തില്ല, കൃഷ്ണകുമാരേട്ടൻ്റെ ഫാമിലി മൊത്തം എയറിലാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ദിയാകൃഷ്ണയായിരുന്നു ഫുൾ എയറിൽ. എന്നാൽ ഇപ്പോൾ ആ പദവി അഹാന വാങ്ങിയെടുക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. തോന്നലല്ല, അങ്ങനെ ആയി വരികയാണ്. പ്രത്യേകിച്ച് അഹാന ഈയിടെയായിട്ടൊന്നും എയറിൽ പോയിട്ടില്ലായിരുന്നു, പക്ഷെ പണ്ട് കുറച്ച് എയറിൽ പോയിരുന്നു. അന്ന് അർജുൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും എന്താണ് കാര്യമെന്നൊക്കെ. എന്നാൽ ഇപ്പോൾ അഹാന കുറേ നാളത്തേക്ക് എയറിൽ പോകാനുള്ള കാര്യങ്ങളായിട്ടുണ്ട്. ഒരു കുടുംബ പ്രശ്നത്തിന് തിരികൊളുത്തി വിട്ടിരിക്കുകയാണ് അഹാന. അതായത് തൻവി എന്ന് പറയുന്ന തൻ്റെ കസിൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ സിന്ധു കൃഷ്ണയുടെ അമ്മയായ തൻവിയുടെ അമ്മൂമ്മയെ ആരും നോക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിന്ധു കൃഷ്ണയുടെ അമ്മ തന്നെ ഒരു വീഡിയോ കോൾ ചെയ്തിരുന്നു. അതിൻ്റെ മറുപടിയായിട്ട് അഹാന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ അഹാനയുടെ ആ വീഡിയോയ്ക്ക് മറുപടിയായിട്ട് അഹാനയുടെ അമ്മൂമ്മ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അവിടേക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്രയും ധൃതിപ്പെട്ട് അഹാന ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ അഹാനയ്ക്ക് മാത്രം എന്തുകൊണ്ട് അമ്മൂമ്മയോട് ഇത്രയും ദേഷ്യം തോന്നി എന്ന് പലരും ചോദിച്ചിരുന്നു. അതിനുള്ള ആൻസറാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതായത് അഹാനയും അമ്മൂമ്മയും തമ്മിൽ കുടുംബ പ്രശ്നമാണ്. ഒരുപക്ഷെ ഇത് സമൂഹ മാധ്യമങ്ങളിലോട്ട് എടുത്തിട്ടതുകൊണ്ട് തന്നെ പലരും നല്ല രീതിയിൽ അഹാനയെ വലിച്ചേറി ഒട്ടിച്ചു വയ്ക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അഹാനയെ പുകഴ്ത്തിക്കൊണ്ട് അമ്മൂമ്മ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെയൊക്കെ അഹാനയെ അമ്മു എന്നാണ് വിളിക്കുന്നത് അമ്മൂമ്മ. അതുകൊണ്ട് തന്നെ പേരാർക്കും മാറിപ്പോകരുത്. എന്തായാലും അമ്മൂമ്മ അഹാനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും, അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി എടി അതെ ഇതേ. ഇവിടേക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവർക്ക് ക്യാമറയുടെ മുന്നിൽ മാത്രമേ ഉള്ളൂ ഈ മാന്യതയൊക്കെ? ക്യാമറയും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ തനി സ്വഭാവം മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരമ്മൂമ്മയെ പറയുന്നതിനും ഒരതിലൊക്കെ ഇല്ലേ? ബിച്ച്, എടി, പൊടി എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരുപക്ഷെ അമ്മൂമ്മമാർ രണ്ട് തെറി പറഞ്ഞാലും നമ്മൾ കേൾക്കുകയല്ലാതെ നമ്മൾ തിരിച്ച് തെറി പറയാൻ നിൽക്കത്തില്ല. ഇനി ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ആയിരിക്കണം. പക്ഷേ ഇവിടെയൊക്കെ അമ്മൂമ്മ പറയുന്നുണ്ട്, അഹാനെ ഒഴിച്ച് വേറെ ആരും എന്നെ തെറി വിളിക്കാറില്ല, മറ്റു കുട്ടികളെല്ലാം എന്നോട് മാന്യമായിട്ടാണ് പെരുമാറുന്നത്, പക്ഷേ അഹാന എന്നെ ചീത്ത വിളിക്കാൻ വരും, അടിക്കാൻ വരും എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ അമ്മൂമ്മ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നെ ചീത്ത വിളിക്കുമ്പോൾ ഞാനും തിരിച്ച് ചീത്ത വിളിക്കാറുണ്ട് എന്ന്. ഇവിടേക്ക് ഈ വിഷയം എങ്ങനെ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മൂമ്മയെ നോക്കാൻ ആളില്ല എന്നൊരു വാചകം പറഞ്ഞു. അതും തൻവിയുടെ ബ്ലോഗിൽ അങ്ങനൊരു വാചകം പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് സിന്ധു കൃഷ്ണ എയറിൽ പോയി. അതിന് പകരം വീട്ടാൻ അമ്മൂമ്മ മോശക്കാരിയാണ് എന്ന് കാണിക്കാൻ ചെയ്ത വീഡിയോയാണ് ഇപ്പോൾ ഈ രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. അതും അഹാനയ്ക്ക് തന്നെ 8ന്റെ പണി കിട്ടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ. അതായത് അഹാനെക്കുറിച്ച് അഹാനയുടെ അമ്മൂമ്മയുടെ തുറന്നു പറച്ചിൽ. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി അവളെ ഇവളെന്നും പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെ ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അത് ശരിയാണ്. അമ്മൂമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരും അമ്മൂമ്മയെ ചീത്ത വിളിക്കേണ്ടതല്ലേ? ഇവിടെ അഹാന മാത്രമാണ് അമ്മൂമ്മയെ അടിക്കാൻ ചെന്നതും തെറി വിളിച്ചതെന്നുമാണ് അമ്മൂമ്മ പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അഹാന അമ്മൂമ്മയ്ക്കേറെ വീഡിയോ ചെയ്തത് എന്നുള്ളതിനുള്ള ആൻസർ ഇതിൽ നിന്ന് തന്നെ കിട്ടും. അതും അഹാനയുടെ അമ്മ പോലും ആ വ്ളോഗിൽ വന്നിരുന്നില്ല. എത്ര നിർബന്ധിച്ചിട്ടും വന്നിരുന്നില്ല എന്നുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും അഹാനയ്ക്ക് അമ്മൂമ്മയുടെ ഇത്രയും വൈരാഗ്യമെന്ന്. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇവിടെയൊക്കെ ആ അമ്മൂമ്മയുടെ വയസ്സിനെ കുറിച്ചെങ്കിലും ഒന്ന് ചിന്തിക്കണമായിരുന്നു. കാരണം നമ്മുടെ വീട്ടിലെ അമ്മമാരും അച്ഛന്മാരും അമ്മൂമ്മമാരും ഒക്കെ നമ്മളെ തെറി പറയുകയോ ഇല്ലെങ്കിൽ വഴക്ക് പറയുകയോ ദേഷ്യം വരുമ്പോൾ മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്.
അത് ശരിയാണെന്നല്ല പറയുന്നത്, അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് കരുതി അതിനൊക്കെ തിരിച്ച് നമ്മൾ പ്രതികാരം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ അതിനെയൊക്കെ തെറിവിളിക്കാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി? ഇവിടെ ഈ അമ്മൂമ്മയുടെ ഏജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് വാക്കുകളിൽ പഴയ കൺട്രോളും ഒന്നും കിട്ടുകയില്ല. അത് അവർ തന്നെ പറയുന്നുണ്ട്, എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞു പോകുന്നതാണെന്ന്. അങ്ങനെ ഒരു അവസ്ഥയിൽ ആ വയസ്സായ അമ്മൂമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനെതിരായിട്ട് നിന്ന് മത്സരിക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജയിക്കത്തില്ല. അത് എഴുതി വെച്ചോ, നിങ്ങൾ ഒരിക്കലും ജയിക്കത്തില്ല. നമുക്കൊരിക്കലും അവരെ തോൽപ്പിക്കാൻ കഴിയത്തില്ല, അവർ തോറ്റു തരുത്തുമില്ല. അത് അങ്ങനെയാണ്. പക്ഷെ താനും തിരിച്ച് തെറി വിളിച്ചിട്ടുണ്ടോ എന്ന് ഈ അമ്മൂമ്മ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് അഹാൻ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പിന്നെ എന്താ അതൊക്കെ എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇത് കണ്ടോ നിങ്ങൾ? അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തോണ്ട് എനിക്ക് അവരയക്കണേന് അവര് ഇത് കണ്ട അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കണതുണ്ട്, ഇങ്ങോട്ട് അയക്കുന്നത് ഇല്ല. അപ്പൊ അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അത് അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മൂനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയണില്ല, പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയില്ല. ഇവിടെയൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. തൻവിയോട് നല്ല രീതിയിൽ സ്നേഹത്തോടെ പെരുമാറുന്ന അമ്മൂമ്മ എന്തുകൊണ്ട് അഹാനയോട് സ്നേഹത്തോടെ പെരുമാറുന്നില്ല? അവിടെ അതിന് വേറൊരു കാര്യമുണ്ട്. തൻവിയുടെ അമ്മ വേറൊരു കല്യാണം കഴിച്ച് പോയതുകൊണ്ടും തൻവി ഒറ്റപ്പെടുന്നത് കൊണ്ടും ഒക്കെ ആയിരിക്കും ആ അമ്മൂമ്മ തൻവിയെ ഇത്ര സ്നേഹത്തോടെ കാണുന്നത്. കാരണം തൻവിക്ക് വേറെ ആരുമില്ല, തൻവിയെ സ്നേഹിക്കാൻ ആരുമില്ല, പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരുമില്ല എന്നുള്ള വിചാരമുള്ളത് കൊണ്ടായിരിക്കും അവർ ആ രീതിയിൽ തൻവിയെ സ്നേഹിക്കുന്നത്. മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവരും ചെറുമക്കളാണ്, പക്ഷേ അവരെ സ്നേഹിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളുകളുണ്ട്. അവിടെയൊക്കെ ഈ അമ്മൂമ്മ അത്ര മോശക്കാരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് വൃത്തി കൂടുതലായിരിക്കും എന്ന് കരുതി തൻവിയോടുള്ള സ്നേഹം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവരുടെ ഉള്ളിൽ നന്മയുണ്ട് എന്ന് തന്നെയാണ്. അവിടെയൊക്കെ ആഹാരം പറഞ്ഞു വെച്ചതനുസരിച്ചാണെങ്കിൽ ഈ അമ്മൂമ്മ വളരെ മോശക്കാരിയാണ് എന്ന നിലയിലാണ്. ഇവിടെ ഈ അമ്മൂമ്മ തൻവിയായിട്ട് ഇടപെടുന്ന കാണുമ്പോൾ തൻവിയോട് നല്ല സ്നേഹമുള്ള ഒരു അമ്മൂമ്മയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ ആ അമ്മൂമ്മ എല്ലാവരോടും മോശമായിട്ട് പെരുമാറുന്നില്ല എന്ന് വേണം അർത്ഥമാക്കാൻ. അതായത് ആ അമ്മൂമ്മയെ മോശം പറയുമ്പോഴായിരിക്കും അവരും തിരിച്ച് പ്രതികരിക്കുന്നത്. എന്നിട്ട് അവർ പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല എന്നും അപ്പൂപ്പൻ്റെ മൂക്കുന്ന രക്തം വന്നു, ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ല എന്ന് എനിക്കറിയത്തില്ല. അവരെ മൂക്കുന്ന രക്തം വന്നെന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞ. മൂക്കങ്ങനെ മുറിഞ്ഞ് രക്തം വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിലൊന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മൂമ്മ ഹോം നഴ്സിനെ വെളിയിൽ നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെയൊക്കെ പറയുന്നത്. തെറിയും പറഞ്ഞും കൊണ്ടുപോയൊരു ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത് അവിടെ ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവള് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ തിരിച്ച് നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഇതൊക്കെ എല്ലാം ശരിയാണോന്നൊന്നും അറിയത്തില്ല. ഒരു വശം മാത്രമാണ്. അവിടെ അമ്മൂമ്മയെ പറഞ്ഞു പഠിപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മൂമ്മയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇവിടെയൊക്കെ തൻവി ചോദിക്കുമ്പോൾ ഇത് അമ്മൂമ്മയുടെ നാടകമാണ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. ഇനി അറിയാൻ പറ്റത്തില്ല, ഇനി വേറെ എന്തെങ്കിലും വേഷം ഉണ്ടോ എന്നും അറിയത്തില്ല. അവിടെയൊക്കെ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, അഹാനെ എന്തായാലും ഈ അമ്മൂമ്മ വിളിച്ച തെറികളെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കും, അതെല്ലാം നാളെ പുറത്തു വിടുകയും ചെയ്യും. പക്ഷേ അഹാന പറഞ്ഞ കാര്യങ്ങളൊക്കെ പുറത്തു വിടുമോയെന്ന് അറിയത്തില്ല. അതായത് അഹാന പറഞ്ഞ തെറികൾ അതും കൂടെ പുറത്തു വിടുമോയെന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു അമ്മൂമ്മ അങ്ങനെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തിരിച്ച് തെറി വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇവിടെ ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്, ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂന്മാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാൽ അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും, എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്, അതും പോയി. അമ്മൂമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തൻവിയെ നോക്കാത്തതിൻ്റെ പേരിലാണ് ഞാൻ. അവര് പറയുന്ന
അമ്മ പറയുന്നത് ചിന്നമ്മ, ചിന്നമ്മ എന്നാണല്ലോ എൻ്റെ അമ്മേനെ വിളിക്കുന്നത്. ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീയാണെന്നും എൻ്റെ ഒരാൾ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ചാൽ അല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മു പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കല്യാണത്തിന് പോലും ആ 4 സിമിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാ. അക്കാര്യത്തിൽ തൻവി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നോക്കേണ്ടതും അവർ തന്നെയാണ്. അവിടെയൊക്കെ തൻ്റെ മകൾ നോക്കാതെ പോയ കുഞ്ഞിനെ, അതായത് രണ്ടാമത് വിവാഹം കഴിച്ച് പോയപ്പോൾ തൻ്റെ കൊച്ചുമകളെ നോക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ അമ്മൂമ്മയാണ് തൻവിയെ ഇത്രമാത്രം വളർത്തിയെടുത്തത്. അങ്ങനെയുള്ളപ്പോൾ ഈ അമ്മൂമ്മയുടെ ക്വാളിറ്റിയെക്കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കും തൻവിയോട് ഇത്രയും സ്നേഹം. കാരണം അവർ വളർത്തിയ കുട്ടിയാണ്, അതും അമ്മയില്ല, അച്ഛനില്ല. അതുകൊണ്ട് തന്നെ തൻവിക്ക് എല്ലാ സ്നേഹവും കിട്ടണമെന്ന് കരുതി തന്നെ ആയിരിക്കണം ആ അമ്മൂമ്മ നല്ല രീതിയിൽ സ്നേഹിച്ച് വളർത്തിയത്. ആ ഒരു സ്നേഹം തൻവിക്കും ഉണ്ട്, തൻവിയോട് ആ അമ്മൂമ്മയ്ക്കും ഉണ്ട്. പക്ഷേ ഈ പറയുന്ന അഹാനയോടില്ല. എന്നാൽ അമ്മൂമ്മ ബാക്കിയുള്ള ഇഷാനിയെയോ ഇല്ലെങ്കിൽ ഓസിയോ ഒന്നും കുറ്റപ്പെടുത്തുന്നുമില്ല. അവിടെ അപ്പോൾ അമ്മൂമ്മയുടെ മുന്നിൽ വില്ലത്തിയായിരിക്കുന്നത് അഹാനയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാണ്. എന്തായാലും ആവട്ടെ. എന്നിട്ട് പറയുക അമ്മൂമ്മ അപ്പൂപ്പനുമായിട്ട് അടിയാവുന്നു, അമ്മൂമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു, ഉപദ്രവിച്ചു വന്നു, അമ്മൂമ്മ എങ്ങനെ ചെയ്തു വന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ അതിനെന്താണ് പറയാനുള്ളത്? ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്കെന്ത്, ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യും. അത് ആരും തിരക്കേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങൾ 58 വർഷം കൊണ്ട് ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൂപ്പനെ പണ്ടേ ഡിവോഴ്സ് ചെയ്താൽ പോലെ. അപ്പം അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് എന്നെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞൂടെ? അത് ചെയ്യാതെ എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാനൊരു വീടും എനിക്ക് ജീവിക്കാനുള്ളതും ഒക്കെ തന്നിട്ട് തന്നെ എൻ്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാവരും നന്നായിട്ട് പറഞ്ഞല്ലേ, എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക് ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തെന്തിനപ്പൂപ്പ, എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തെന്നല്ല അവർ ചോദിച്ചല്ലോ. അല്ല, ഇത് സിന്ധു കൃഷ്ണയുടെ അമ്മ തന്നെയാണോ? കാരണം സ്വന്തം അച്ഛൻ അമ്മയുടെ പേരിൽ എഴുതി കൊടുത്തതിന് എന്തിന് എഴുതി കൊടുത്തു, ഇല്ലെങ്കിൽ എന്തിന് ഈ സ്ത്രീക്ക് ഇതെല്ലാം കൊടുത്തു എന്നുള്ള ചോദ്യം വരുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുവാണ്. അതായത് അച്ഛനോട് മാത്രം ഇഷ്ടം, അമ്മയോട് ഇഷ്ടമല്ല. അതെന്താണ്, എങ്ങനെ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെയൊക്കെ അപ്പൂപ്പനും അമ്മൂമ്മയും പരസ്പരം അടിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെയൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും നാളും അവർ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ ആ വഴക്കും അടിയും ഒക്കെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഒരുമിച്ച് മുന്നോട്ട് പോയത്. അത് അവർക്ക് പ്രശ്നമല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം പരാതി പറയേണ്ടത് അവരായിരുന്നു. അവിടെയൊക്കെ അപ്പൂപ്പന് അമ്മൂമ്മയോട് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ വസ്തുവും കാര്യങ്ങളൊക്കെ ഈ അമ്മൂമ്മയുടെ പേരിൽ എഴുതി കൊടുക്കുമോ? ഒരിക്കലും ചെയ്യത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു എന്ന് തന്നെ കരുതണം. ഈ അമ്മ ചോദിച്ചല്ലോ, ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഹോം നഴ്സ് നിന്നിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മൂമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മൂമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു. അഹാന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് അതെല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ, ഇതൊക്കെ അഹാന ചെയ്തോ എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഒരു അമ്മൂമ്മ പറയുമ്പോൾ അതെങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഇത്ര നക്കിത്തരം കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു പോകും. ഇവിടെ ശത്രു ആയാൽ തന്നെ ചിലപ്പം നമ്മൾ കൊടുത്തുന്നിരിക്കും. അങ്ങനെയുള്ളപ്പോൾ സ്വന്തം അമ്മൂമ്മ, അതും അമ്മയുടെ അമ്മ, അവരെന്ത് പറഞ്ഞോട്ടെ, അവരെന്ത് ദേഷ്യത്തോട് പറഞ്ഞോട്ടെ, തെറി പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ അടിച്ചോട്ടെ, എന്നിരുന്നാലും നമ്മളൊരു സാധനം വീട്ടിലേക്ക് കൊടുത്തു വിടുമ്പോൾ അവിടെയുള്ള രണ്ടുപേർക്കും ഒരുപോലെ കൊടുക്കേണ്ടതല്ലേ? അമ്മൂമ്മയ്ക്കായാലും അപ്പൂപ്പനായാലും. അവിടെയൊക്കെ ഈ വ്യക്തിവൈരാഗ്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകുന്നത് ശരിയായുള്ള കാര്യമല്ല. അത് ഭാവിയിൽ ദോഷം ചെയ്യും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ദോഷം ചെയ്യും. എന്നാ അപ്പൂപ്പന് അങ്ങനെ ഇഷ്ടം പോലും അല്ല. അപ്പം എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എൻ്റെ ഭർത്താവ് തിന്നൂല്ല. ഒരു സാധനവും എനിക്ക് തന്നെ അവർ തിന്നും. അവർക്ക് എത്ര വയ്യെങ്കിലും എനിക്ക് തരാതെ ഒരു സാധനവും അവർ കഴിക്കില്ല. പക്ഷേ അമ്മ അങ്ങനെ പറഞ്ഞ് കൊടുത്തയച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പയ്യനോട് തീർത്ത് പറഞ്ഞ്, ഞാൻ പറഞ്ഞെന്ന് പറയണം ആ സ്ത്രീ. പക്ഷെ തൻ്റെ സ്നേഹമുള്ള ഭർത്താവ് അവർക്ക് കൊടുത്തിട്ട് മാത്രമേ കഴിക്കത്തുള്ളായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ആരാണ് ആസായത്? അവിടെ എനിക്ക് തോന്നുന്നു അഹാനയ്ക്ക് അറിയത്തില്ലല്ലോ അവർ തമ്മിലുള്ള കണക്ഷൻ. അതായത് അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ തമ്മിൽ പരസ്പരം അടിയൊക്കെ ഉണ്ടാവും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറയും, ചീത്ത വിളിച്ചെന്നൊക്കെ ഇരിക്കും. പക്ഷെ ആലോചിക്കണം, ഇത്ര നാളും അവരൊരുമിച്ച് കഴിയുകയാണ്. ഈ അടിയും ചീത്തവിളിയൊക്കെ കഴിഞ്ഞാലും അവരൊരുമിച്ചാണ് ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇന്നൊരു ബന്ധവും നാളെ വേറൊരു ബന്ധവും കാത്തു സൂക്ഷിക്കുന്ന ഇപ്പോഴത്തെ ജനറേഷൻ അവരെ അളക്കാൻ നിൽക്കുകയാണെങ്കിൽ
അതൊരിക്കലും വിലപ്പോവില്ല എന്ന് തന്നെ പറയണം. അതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് തന്നെ പറയണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അഹാന കൊടുത്തുവിട്ട ഫ്രൂട്ട്സ് രണ്ടുപേരും ഒരുമിച്ച് കഴിക്കുന്നത്. അവിടെ അഹാന ശശിയായി എന്ന് തന്നെ പറയണം. ഇതൊന്നും എടുക്കാൻ പാടില്ല. എന്നിട്ട് അവസാനം അമ്മൂമ്മ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാരും എന്താ പറഞ്ഞ കല്യാണത്തിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? ഇവിടെ ലാസ്റ്റിൽ ഇവരെ അമ്മു എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പം പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ നീ എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ച് പറഞ്ഞത് അമ്മുമ്മ അങ്ങോട്ട് വരണുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു ഇഷാനിയായിട്ടാണ് വരണത്, കാരണം ഇഷാനിയൊക്കെ ഡീസൻറ്റ് പിള്ളേരാണ്. ആ വീട്ടിലേക്ക് ഇഷാനി ഹൻസികയും ഓസിയൊക്കെ വേറെ ആരോടും യാതൊരു അവിടെയൊക്കെ അഹാന പറയുന്നതിൻ്റെ തൊട്ട് അമ്മൂമ്മയുടെ പ്രശ്നമാണെന്ന് പറയാൻ കഴിയത്തില്ല. കാരണം അമ്മൂമ്മയുടെ പ്രശ്നമാണെങ്കിൽ എല്ലാവരുമായിട്ടും അടി ഉണ്ടാവേണ്ടതല്ലേ. ഇവിടെ അഹാനയോട് മാത്രം അടി ഉണ്ടാവണമെങ്കിൽ അഹാനയ്ക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള ഗ്രഡ്ജ് ഉണ്ടായിരിക്കണം. അതായത് അഹാന പറഞ്ഞതിൻ്റെ തൊട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ ഇഷ്ടക്കേട് തോന്നിയിരിക്കണം. അവിടെയൊക്കെ ആ ഇഷ്ടക്കേട് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? അവിടെയൊക്കെ അഹാന മത്സരിക്കുന്ന ആരുമായിട്ടാണ്? സ്വന്തം അമ്മയുടെ അമ്മയുമായിട്ട്. എനിക്ക് തോന്നി അവരൊക്കെ ഈ ക്യാമറയുടെ മുന്നിലുള്ള വിനയവും അതുപോലെ തന്നെ റെസ്പെക്റ്റും ഒക്കെ ഉള്ളതെന്നാണ് തോന്നുന്നത്. അത് കഴിയുമ്പോൾ ഇവരുടെ പ്രവൃത്തിയും രീതികളൊക്കെ വേറെയാണ് എന്നുള്ള രീതിയിലാണ് ഈ അമ്മൂമ്മ തന്നെ പറയുന്നത്. അമ്മൂമ്മയുടെ കൂടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു എന്നെ വിളിച്ചു പറഞ്ഞു. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത്, എൻ്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കൂല, നീ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എൻ്റെ കല്യാണത്തിനൊന്നും വിളിക്കൂല. എൻ്റെ കല്യാണത്തിന് നീ വരികയും ചെയ്യരുത്, അത് പറയാനും കൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ മോളെ, ഞാൻ നിൻ്റെ കല്യാണത്തിന് വരില്ല, നീ എന്നെ വിളിക്കുകയും വേണ്ട, 75 വയസ്സായ എനിക്ക് ഇനി എന്തോന്ന് കല്യാണത്തിന് കൂടാ മക്കളെ, അതുകൊണ്ട് ഞാൻ മക്കളെ വിളിക്കുകയും വേണ്ട, ഞാൻ വരേയില്ല മോനെ എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. അതെ, 75 വയസ്സുള്ള അമ്മൂമ്മയുമായിട്ട് അഹാനയുടെ ഗുസ്തി. അഹാന ഇത് എങ്ങനെ കേട്ടോണ്ടിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. അഹാനെ സ്നേഹിക്കുന്നവരായാലും ഇല്ലെങ്കിൽ അഹാനയുടെ ഫ്രണ്ട്സ് ആയാലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഏത് രീതിയിൽ അഹാനയോട് പ്രതികരിക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം 75 വയസ്സുള്ള അമ്മൂമ്മയായിട്ടാണ് അഹാന മത്സരിക്കാൻ പോകുന്നത്. അതും സ്വന്തം കല്യാണത്തിന് പോലും വരരുതെന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ എന്നോട് മാപ്പ് പറയണമെന്ന്. എനിക്കറിയില്ല ഇവരെ ഏത് സംസ്കാരമാണ് ഉൾക്കൊണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ അമ്മൂമ്മ എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു, ഇതൊന്ന് അപ്പൂപ്പൻ്റെ മരണത്തിന് ശേഷം 4 ദിവസം കഴിഞ്ഞ് എന്തോ കാര്യങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്തോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്, ഈ പിന്നെ സഞ്ചാന്യത്തിൻ്റെ അന്ന് പിന്നെ ഇവർ അസ്ഥി ഒഴുക്കാൻ പോകുമ്പോൾ ഞാൻ പോകാമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഞാനും കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിടാനായിട്ടൊരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പറഞ്ഞ് തീരുന്നതിന് മുമ്പ് സിന്ധു പോയി എൻ്റെ തുണികളിരുന്ന പെട്ടി പോയി തുറന്നിട്ട്, ഇത് എനിക്കിഷ്ടപ്പെട്ട ചുടിദാർ, ഈ ചുടിദാറും ഇവിടെ ഇരിക്കണം, ഇത് എൻ്റെ ചുടിദാർ എനിക്ക് വേണം എന്നും പറഞ്ഞ് അതിലിരുന്ന് ഏറ്റവും നല്ലൊരു ചുടിദാർ അവളങ്ങെടുത്ത്. അവളെപ്പോഴോ എനിക്ക് തന്നതാണ്. അവൾ തന്ന തുണികളെ എനിക്കുള്ള, അല്ലാതെ ഞാൻ ചുടിദാർ തയ്ക്കാറില്ല, എനിക്ക് ചുടിദാർ തയ്ച്ചു തരാനും ആരുമില്ല. സിന്ധു തന്നിട്ടുള്ളത് തന്നെ. പക്ഷേ എങ്കിലും തന്ന തുണി അവൾ മരിച്ച് 4ൻ്റെ അന്ന് അവൾ ആ തുണിയെ തിരിച്ചെടുത്തുകൊണ്ട് പോയി. എൻ്റെ മോള് അവൾ തിരിച്ചെടുത്തുകൊണ്ട് പോയി അവളിടാണ്. എനിക്ക് തന്ന തുണി, മക്കളെ നീ എടുക്കല്ലേടാ, നീ തന്നതല്ലേ, നീ എടുക്കല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ കേട്ടില്ല, അവൾ എടുത്തുകൊണ്ട് പോയി. അത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണി, ഞാൻ അറിയാതെ കണ്ട് നിങ്ങളെ തുണികളെ കൂട്ടത്തിൽ വെച്ചതാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണിയാണ്. അല്ല, ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതായത് അമ്മയുടെ ശീലമല്ലേ മകളും കണ്ടുപഠിക്കത്തുള്ളൂ എന്ന്. അതായത് സിന്ധു കൃഷ്ണ പോലും അമ്മയുടെ ഈ രീതിയിലാണ് പെരുമാറുന്നത്. അമ്മയ്ക്ക് കൊടുത്ത സാധനങ്ങളെ തിരിച്ചെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു വളർന്ന കുട്ടികളും അതുതന്നെയല്ലേ കുട്ടികളും ആവർത്തിക്കത്തുള്ളൂ എന്ന് തന്നെയായിരിക്കും പലരും പറയുന്നത്. കാരണം അമ്മയ്ക്ക് അമ്മയോട് റെസ്പെക്റ്റ് ഇല്ല. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്താ അമ്മൂമ്മ? ആ രീതിയിലായിരിക്കും ചിലപ്പോൾ അഹാന ഇതെല്ലാം കാണിച്ചു വയ്ക്കുന്നത്. അവിടേക്കൊന്ന് സാധാരണ രീതിയിലൊന്നും ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് ഇതുപോലുള്ള 75 വയസ്സുള്ള ഒരാളെ കൈകാര്യം ചെയ്യണമെന്നുള്ളത്. അവരോട് എങ്ങനെ പെരുമാറിയാൽ അവരെ മാറ്റിയെടുക്കാമെന്ന് പോലും ആലോചിക്കാതെ ഒരു യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് അമ്മൂമ്മയ്ക്ക് തേക്കാനുള്ള തുണി എടുത്ത് എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ കുറേ തുണികളെല്ലാം കൂടെ വാരി ഒരു കവറിലിട്ട് ഇവിടെ നിന്ന് ഹോം നഴ്സ് പയ്യൻ്റെ കൊടുത്തിട്ട് തേക്കാൻ കൊടുത്തേച്ച ഒരു തുണി പോലും എനിക്ക് തിരിച്ചു തന്നില്ല. ഞാൻ ആ തുണികൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ തുണികൾ കൊടുത്തത്. ഇപ്പം ഞാൻ തുണി നോക്കണ തുണിയില്ല. എന്നിട്ട് ആ ഹോം നഴ്സ് പയ്യനെ വിളിച്ച് ഞാൻ ചോദിച്ചേടാ മോനെ, അന്ന് ഞാൻ 10-12 ചുടിദാറുകൾ എടുത്ത് തേക്കാൻ തന്നാലടാ, ആ ഒരു തുണി ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അവൾക്ക് അത് എനിക്കറിയില്ല എന്നായി. അത് കൊടുത്തിട്ട് ആ തുണി എനിക്ക് തിരിച്ചു കിട്ടിയില്ല. കാരണം അണ്ണാച്ചി തുണി തേച്ചാൽ ഇവരെ വീട്ടിലാണ് കൊടുക്കണത്.
സിന്ധുവിൻ്റെ വീട്ടിലാണ് കൊടുക്കുന്നത്. അത് അവനടുത്തങ്ങ് മാറ്റിക്കളഞ്ഞ്. എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എനിക്ക് കൊടുക്കാൻ ഒരു തുണി വാങ്ങിത്തരാൻ ആരുമില്ല. എൻ്റെ തുണി അവൾ വാങ്ങിത്തന്ന തുണിയും ഞാൻ വാങ്ങിച്ചതും. എപ്പോഴും ഞാൻ ഒരിക്കൽ നർമ്മദയിൽ പോയി ഒരു 3-4 തുണി വാങ്ങിച്ചു. ആ തുണിയെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം അവളങ്ങ് തിരിച്ചെടുത്ത്. എനിക്ക് ഞാനിപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ ആ തുണിയില്ല. അതുകൊണ്ട് നമ്മൾ പോയി അതിനും തുണി എടുക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ കൊച്ചു വന്നിട്ട് പറഞ്ഞ് അമ്മൂമ്മയ്ക്ക് തുണിയില്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാം എന്നും പറഞ്ഞ് പോയി. എനിക്കൊരു 5 ചുരിദാറിൻ്റെ തുണി വാങ്ങിച്ച് അവൾ തയ്ക്കാൻ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തുടുക്കാൻ തുണിയില്ലെന്ന് പറഞ്ഞതുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ മോൾ എന്നോട് കാണിച്ചത്. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറയും, ഡാഡി ആ സ്ത്രീ, ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയനാണ്. ആ സ്ത്രീ അങ്ങ് ചത്താൽ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവേയില്ലല്ലേ എന്നെപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ പിന്നെ അഹാന കാണിച്ചതിനൊന്നും കുറ്റം പറയാൻ കഴിയത്തില്ല. കാരണം അമ്മ ഇങ്ങനെയല്ലേ കാണിക്കുന്നത്. ആ അമ്മയ്ക്ക് അവരുടെ അമ്മ മരിച്ചു കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ നടക്കുമ്പോൾ പിന്നെ കൊച്ചുമക്കൾക്ക് എന്ത് സ്നേഹം. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെയൊക്കെ ഇത് ഈ അമ്മൂമ്മയെ പറഞ്ഞു പഠിപ്പിച്ച് ഇതൊക്കെ ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ഈ 75-ാമത്തെ വയസ്സിൽ ഈ ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ അതേപടി പറയുന്നുണ്ട്. അവർ പലതും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഞാൻ തെറി വിളിക്കും, എന്നെ തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തെറി വിളിക്കും എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അവൾ എൻ്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല. അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. പിന്നെ അവർ പിന്നെ മിണ്ടാതിരുന്നത് എന്തെന്ന് വെച്ചാൽ അവരെ ആശുപത്രി കൊണ്ടുപോയി എടുക്കുകയും ചെയ്യണതുകൊണ്ട് അവർ മിണ്ടാതിരുന്ന്. വീട്ടിൽ ആര് കയറി വന്നാലും അവരോടെയൊക്കെ പറയുമായിരുന്നു. ഈ ഹോം നഴ്സിനെ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളെന്ന് വെച്ചാൽ ഇത്രയും വഞ്ചകിയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവൾ എനിക്കിപ്പോൾ ഈ മരുന്ന് വാങ്ങിത്തരണത് ഞാൻ കൊടുത്ത അവർ കഷ്ടപ്പെട്ട് ഇവരിന്ന് ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നടക്കണില്ലേ. എങ്ങനെ ഇംഗ്ലീഷുകാരായത്? എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അവരെ ഊട്ടിയിൽ കുട്ടപ്പേട് പബ്ലിക് സ്കൂളിലാക്കി പഠിപ്പിച്ചതിൻ്റെ പേരിലാണ് അവരിപ്പോൾ ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് പ്രസംഗിച്ചുകൊണ്ട് കിടക്കണം. ഇംഗ്ലീഷ് എന്നിട്ട് അമ്മൂമ്മ ആരും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ ചെലവിന് ഇപ്പം ആരെങ്കിലും തരുന്നുണ്ടോ? ഇപ്പം മെനിങ്ങാന്ന് എൻ്റെ അനിയത്തിൻ്റെ മോൻ, കാരണം ഞാൻ ഇട്ടയക്കുന്ന പൈസയ്ക്ക് പലിശ കിട്ടുന്നത് എനിക്ക് 18 രൂപ എനിക്ക് കിട്ടും. അറിയാതെ അമ്മൂമ്മ, എനിക്ക് അറിഞ്ഞാൽ അവര് പറയും അവിടെയാണെന്ന്. അമ്മൂമ്മക്ക് അറിയാതെ സംസാരിക്കും. 24 രൂപ കൊടുക്കണം വീട്ടോട്ട് ഒരു ജോലിക്കാരിയെ വെക്കണമെങ്കിൽ. ഇത് കുറേ നാളായിട്ട് മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ അവർ വിഷമത്തോടെ പറയുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ വീട്ടിലും നടക്കാറുണ്ട്. അമ്മൂമ്മമാർ വിഷമം പറയുകയും കരയുകയും ഒക്കെ പല വീട്ടിലും നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇക്കാര്യങ്ങൾ അതും അമ്മൂമ്മയെ കുറ്റം പറഞ്ഞുകൊണ്ട് ആരാണ് തുടക്കമിട്ടത്? അഹാന തന്നെയാണ് തുടക്കമിട്ടത്. എന്തുകൊണ്ട് മറ്റാളുകളൊന്നും ഇത് ഏറ്റുപിടിക്കാഞ്ഞത്? സ്വന്തം അമ്മയായ സിന്ധു കൃഷ്ണ പോലും അത് ഏറ്റുപിടിക്കാതെ അഹാന മാത്രം എന്തുകൊണ്ട് ഏറ്റുപിടിച്ചു? അവിടെയൊക്കെ ഈ അമ്മൂമ്മയെ വളരെ മോശമാക്കിക്കൊണ്ട് തന്നെയാണ് അഹാനയുടെ വ്ളോഗിൽ പറഞ്ഞത്. അത് ഏകദേശം 10-15 ലക്ഷം പേര് കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഈ 75 വയസ്സായ ഈ അമ്മൂമ്മയ്ക്ക് അതൊരു വിഷയമുള്ള കാര്യമല്ല. എന്നാൽ ആ അമ്മൂമ്മയെ സ്നേഹിക്കുന്ന തൻവി എന്ന് പറയുന്നൊരു കുട്ടി അവളുണ്ട്. അവൾക്കത് ഹേർട്ടായി കാണുമായിരിക്കും. അതുകൊണ്ട് തന്നെ അവൾ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ നോക്കും. പിന്നെ എനിക്ക് ചിലവില്ലേ, എനിക്ക് മരുന്ന് വേണ്ടേ, അതിനെൻ്റെ പൈസ ഇല്ല. അങ്ങനെ ഞാൻ മെനങ്ങാന്ന് എൻ്റെ അനിയത്തിയുടെ മോനെ വിളിച്ചിട്ട് ഞാൻ അമ്മൂമ്മയ്ക്ക് കാല് നീട്ടി ഇടാതെ ഇരിക്കാൻ പോലും പറ്റില്ല. കാല് മൊത്തം നീരാ. ഇത് കള്ളം പറയേണ്ട ആവശ്യം പോലും ഇല്ല. എൻ്റെ അനിയത്തിയുടെ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നീ നിൻ്റെ ചേച്ചിമാരെ വിളിച്ചിട്ട് പറ, മൂത്തമ്മയ്ക്ക് 2 പേരും കൂടെ എന്തെങ്കിലും ഒരു 12 രൂപ എടുത്താലും 2 പേരും കൂടെ ഒരു 20, ആ സിന്ധുവിൻ്റെയും സിമീനുടെയും കൂടെ ഒരു 25 രൂപ അമ്മമ്മയ്ക്ക് തരാൻ പറ മക്കളെ. എങ്കിൽ എനിക്ക് വീട്ടോടെ നിൽക്കുന്ന ഒരു ജോലിക്കാരിയെ വയ്ക്കുകയും മരുന്ന് മേടിക്കുകയും ചെയ്യാൻ മോനെ. അവരൊക്കെ അതൊരു പിച്ചക്കാശ പോലെ ഉള്ളവരുടെ തരാൻ പറ. ഇപ്പോൾ ഒരു 10 മാസം ഒരു 10-15 രൂപ, ഒരു 15 രൂപ തരാൻ സിന്ധുവിനെ കൊണ്ട് നടക്കും, സിമിയെ കൊണ്ട് കഴിയും. സിമിയുടെ ഭർത്താവ് ഇന്ന് ജോലി ചെയ്യണം. എൻ്റെ ഭർത്താവാണ് അങ്ങനെ ഒരു ജോലി അവൾക്ക് വാങ്ങിക്കൊടുത്തത്. അമ്മമ്മക്ക് അറിയല്ലേ അമ്മമ്മക്ക് അറിയാതെ പറ, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും അഭിനയാണെന്ന്. എന്നിട്ട് ഞാനിതാ ഇങ്ങനെ ഇരിക്കുന്നു, എനിക്ക് ആരുമില്ലാതെ ഞാൻ ഇരിക്കുന്നു. ആരുമില്ലാത്ത അവസ്ഥയിലായതുകൊണ്ടായിരിക്കും തൻവിയെ വിളിച്ച് പറഞ്ഞത് ആരുമില്ല എന്നുള്ളത്. അവിടെയൊക്കെ തൻവിയെ ചിലപ്പോൾ ഒരു മോളെ പോലെ ആയിരിക്കും കണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ അമ്മൂമ്മ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടം തൻവിയാണെന്ന്. ഇവിടേക്ക് എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ എല്ലാ വീടുകളിലും നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. പല വീടുകളിലും നമ്മൾ കാണുന്നുണ്ട്. അതൊന്നും പക്ഷേ ആരും പുറത്തു വിടുന്നില്ല. എന്നാൽ ഇവിടെ അമ്മൂമ്മ ഒറ്റയ്ക്കാണ് എന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയായിരിക്കാം തൻവി അങ്ങനൊരു വീഡിയോ ഷൂട്ട് ചെയ്തതും അതുപോലെ തന്നെ അക്കാര്യം വ്ളോഗിൽ ഉൾപ്പെടുത്തിയതും. എന്നാൽ അത് ഏറ്റുപിടിച്ച് അതൊരു വേറെ രീതിയിലേക്ക് കൊണ്ടുപോയത് അഹാനയാണ്. അഹാനയുടെ വ്ളോഗിൽ അഹാന പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ അമ്മൂമ്മ എന്ന് പറയുന്നത് വളരെ മോശമായുള്ള സ്ത്രീയാണ്
എന്നുള്ള രീതിയിൽ എല്ലാവർക്കും തോന്നും. പക്ഷേ സ്വന്തം മകൾ ഉപേക്ഷിച്ചു പോയ പേരക്കിടാവ്, ആ പേരക്കിടാവിനെ ഇത്രയും നന്നായി വളർത്തിയിട്ടുണ്ടെങ്കിൽ ആ അമ്മയുടെ മനസ്സ് മോശമായിട്ടുള്ളൊരു മനസ്സായിരിക്കുമോ? അവർക്ക് ചിലപ്പം കുറച്ച് വൃത്തിയുടെ പ്രോബ്ലം കാണുമായിരിക്കും. അതുപോലെ തന്നെ അവരെ ഭരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ തെറി വിളിക്കുകയും ചെയ്യുമായിരിക്കും. അതൊക്കെ ഒരു വലിയ കുറ്റമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ എത്ര അമ്മൂമ്മമാർ കാണും, എല്ലാം ആ രീതിയിൽ എടുക്കേണ്ട അവസ്ഥ വരും. എന്തായാലും അങ്ങനൊരു വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനൊരു കാര്യം കൂടെ പുറത്തായി. അതായത് അഹാനയുടെ റിയലായിട്ടുള്ള ക്യാരക്ടർ പുറത്തു കൊണ്ടുവരികയാണ് ചെയ്തത്. ഈ വിഷമം കേട്ടാണ് ഞാൻ ഓടി വരുന്നത്. കാരണം എനിക്ക് ഇത്രയും പെട്ടെന്ന്, സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും പെട്ടെന്ന് വരാൻ താല്പര്യമില്ലെന്ന് എനിക്കിപ്പോഴും നടു സീനാണ്. അപ്പോൾ ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് ഞാൻ 1-ാം തീയതി പോകുന്നുണ്ട്. എനിക്ക് അത്രയ്ക്കും വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പോകാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമ്മൂമ്മ ഇങ്ങനെ കിടന്ന് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് ഓടി വന്നത്. എനിക്ക് ഈ ജൂൺ സമയത്ത് വരാൻ സത്യം പറഞ്ഞാൽ ഒരു ജൂലൈ പകുതിയൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ ഹോളിഡേന് വരായിരുന്നത്. കാരണം ലിയൻ്റെ സ്കൂൾ നഷ്ടപ്പെടുത്തി എനിക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഇവനാണെങ്കിൽ ലാംഗ്വേജും പ്രശ്നമാണ്, ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുള്ളൂ. ഇപ്പോൾ കുറച്ച് മലയാളം കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഇവനെ ഇൻ്റർനാഷണൽ സ്കൂളിൽ ചേർത്ത്, അതേ ഉള്ളൂ വരി. ഇൻ്റർനാഷണൽ സ്കൂളിൽ ചേർക്കുമ്പോൾ അതിൻ്റേതായ എക്സ്പെൻസസും കാര്യങ്ങളും കാണും. സോ അതൊക്കെ നമ്മൾ മീറ്റ് ചെയ്ത് പറ്റുള്ളൂ. നമ്മളങ്ങനെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ എതിരെ ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. കാരണം എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. അമ്മൂമ്മയെ നോക്കാൻ ആരും ഇല്ല ഇപ്പോൾ. അത് അമ്മൂമ്മയും അവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞു, അവർ നോക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാനും പറഞ്ഞു ഓക്കെ എങ്കിൽ നിങ്ങൾ നോക്കണ്ട, എന്നെ നോക്കിയവരല്ലേ, ഞാൻ വന്ന് നോക്കിക്കോളാം. ഇത്രയും നടന്നോളൂ സംഭവം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മാലാകാളെന്നും അതല്ലെന്നും ഇല്ലെന്ന് പറയുന്ന ആൾ ആദ്യം അവർ ചെയ്ത ചാറ്റും കാര്യങ്ങളും മറക്കാതെ എല്ലാ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ആദ്യം അവരത് ഓർത്തിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ അവർ നല്ലവരാണെന്നോ സ്വന്തം അമ്മൂമ്മ എത്ര പ്രശ്നമാവട്ടെ അങ്ങോട്ട് ഒരു സ്വന്തം അമ്മൂമ്മേനെ വിളിക്കുന്നതാണ് ബിച്ച്. സ്വന്തം അമ്മൂമ്മേനെ വിളിക്കുന്നതാ വസന്ത, എടി പോടി, എൻ്റെ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അമ്മൂമ്മ വിളിച്ച് കരയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെയൊക്കെ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ തെറി വിളിക്കാറൊക്കെ ഉണ്ട്. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ തെറി വിളിക്കാറുണ്ട് നമ്മളെ. എന്ന് കരുതി നമ്മളെല്ലാം തിരിച്ച് അങ്ങോട്ട് തെറി വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ പോകും? അതൊക്കെ ഇല്ലെങ്കിൽ മനസ്സിൽ കരുതി കൂട്ടി അതിനൊക്കെ പ്രതികാരം ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് അവരോടുള്ള സ്നേഹം? അവിടേക്ക് ഒരു ശത്രുവിനെ പോലാണ് അഹാനെ ട്രീറ്റ് ചെയ്തത് അമ്മൂമ്മയെ. അതായത് ഒരു ഭക്ഷണം മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ അപ്പൂപ്പന് വേണ്ടി മാത്രം മേടിച്ചു കൊടുക്കുകയും എന്നിട്ട് അമ്മൂമ്മയുടെ അതിനെക്കുറിച്ച് പറയിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പ്രതികാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെയൊക്കെ എന്തുകൊണ്ടായിരിക്കും ഒരു ഹോം നേഴ്സ് അവിടെ നിൽക്കാത്തത്, ഇല്ലെങ്കിൽ അമ്മൂമ്മ അവിടെ നിർത്താത്തത്? ഈ പരിപാടിയൊക്കെ കാണിക്കുവാണെങ്കിൽ അവരങ്ങനെ തന്നെ ചെയ്യും. അതും അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതായിരിക്കും ഒരു പക്ഷേ അവിടെ ആരും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നത്. എന്തായാലും ഇന്നലെ അഹാന കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന് അമ്മൂമ്മ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി എന്തായാലും അഹാന എല്ലാ വീഡിയോയും പുറത്തിടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും അമ്മൂമ്മ പറഞ്ഞ രീതിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും അഹാന പുറത്തുവിടുക തന്നെ ചെയ്യും. എന്തായാലും ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.